ഭൈരവ മീഡിയസിലേക്ക് ഏവർക്കും സ്വാഗതം. മീനം രാശി. മീനം രാശിക്കാർക്ക് വളരെയധികം നല്ല ഫലങ്ങളൊക്കെ പ്രദാനം ചെയ്യുന്ന ഒരു കാലഘട്ടം ഉണ്ട്. നിലവിൽ ഇപ്പോൾ ജന്മശനിയുടേതായ ഒരു കാലം തന്നെയാണ് നിങ്ങൾക്ക്. അതുകൊണ്ട് തന്നെ വളരെയധികം കഷ്ടതകളൊക്കെ അനുഭവിക്കേണ്ട ഒരു കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. അതായത് നിങ്ങളുടെ ആഗ്രഹങ്ങൾക്ക് വിരുദ്ധമായ പല കാര്യങ്ങളും ജീവിതത്തിൽ സംഭവിച്ചുകൊണ്ട് തന്നെ ഇരിക്കും. ഇത് കുടുംബത്തിനുള്ളിൽ അതായത് ഒരു 30 വയസ്സിന് താഴെ പ്രായമുള്ള ആൺകുട്ടികളോ പെൺകുട്ടികളോ ഒക്കെ ആണെങ്കിൽ തന്നെയും വിരുദ്ധത കുടുംബത്തിനുള്ളിൽ തന്നെ വിരുദ്ധത അച്ഛനമ്മമാർ തമ്മിലുള്ള ആ ഒരു വിരുദ്ധതയൊക്കെ നമുക്കിവിടെ വന്നെത്തും. അപ്പോൾ അവർ നിങ്ങൾക്ക് മേൽ നൽകുന്ന പ്രഷർ വളരെയധികം വലുതായിരിക്കും. ഏകാധിപത്യത്തിൻ്റെതായ ഒരു കാര്യങ്ങളൊക്കെയും കുടുംബത്തിനുള്ളിൽ നിന്ന് നിങ്ങൾക്ക് മേൽ വന്നെത്തുന്ന ഒരു സാഹചര്യമുണ്ട്. വിവാഹ ജീവിതത്തിലാണെങ്കിലും ശരി, നിങ്ങൾക്ക് ഒറ്റപ്പെട്ട ഒരു ജീവിതം പോലെ ആയിരിക്കും. അതായത് കൂടെ ഉണ്ട് എങ്കിൽ തന്നെയും നമുക്ക് ഒറ്റപ്പെട്ട ചിന്താഗതികളിലൂടെ സഞ്ചരിക്കേണ്ടതായിട്ട് വരും. ഇവിടെ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് വെച്ചാല്, ഈ മീനം രാശി എന്ന് പറയുമ്പോൾ തന്നെ മത്സ്യങ്ങളുടേതായ ഒരു ഭാവമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഫിഷ് ടാങ്കിലൊക്കെ വളർത്തുന്ന ഗോൾഡ് ഫിഷുകളെയൊക്കെ കാണാനൊക്കെ ഭയങ്കരപ്പെട്ട ഒരു സൗന്ദര്യവും, ഒരു ഇഷ്ടവുമൊക്കെ നമുക്ക് തോന്നുന്ന ഒരു സാഹചര്യമുണ്ട്. അതുപോലെ നിങ്ങൾ ഇടപെടുന്ന ഇടങ്ങളിലും നിങ്ങളോട് മറ്റുള്ളവർക്ക് വലിയ താല്പര്യങ്ങളൊക്കെ വന്നെത്തുന്ന സാഹചര്യങ്ങൾ എപ്പോഴും തന്നെ ഉണ്ടായിരിക്കും. പക്ഷേ നിങ്ങളുടേതായ ഒരു ലൈഫിലേക്ക് എത്തി നോക്കിക്കഴിഞ്ഞാല് ഈ പ്രസൻസൊക്കെ ഔട്ടറിൽ ഉണ്ട് എന്നുള്ളതല്ലാതെ നിങ്ങൾക്ക് ഇല്ല എന്നുള്ളതാണ് പരമമായ ഒരു സത്യം. അങ്ങനെയെങ്കില് ഈ രാശിക്കാർക്ക് ജന്മശനി എങ്ങനെ ആണ് പ്രവർത്തിക്കുക? ഇപ്പോ നിലവില് പഞ്ചമാധിപത്യത്തിലേക്ക് വ്യാഴത്തിൻ്റെതായ മാറ്റം വരുന്നുണ്ട്. അപ്പോ ആ ഒരു മാറ്റം വളരെ അധികം ഗുണം ചെയ്യും. കഴിഞ്ഞ ഒരു വർഷക്കാലം കൊണ്ട് വളരെയധികം ദുഃഖാവസ്ഥകളിൽ ഇടയ്ക്കൊരല്പം ഒരു ആശ്വാസം തോന്നിയ കാലം ആയിരുന്നെങ്കിലും പിന്നീട് ദുഃഖത്തിലേക്ക് പോയ ഒരു സാഹചര്യം ഇവിടെ നിലനിൽക്കുന്നുണ്ട് എന്നുള്ളതാണ് വാസ്തവം. ഇപ്പോൾ ഈ ജൂൺ മാസം 2-ാം തീയതിക്ക് ഈ വ്യാഴത്തിൻ്റെതായ മാറ്റം അതായത് 26 മെയ് 26 മുതൽക്ക് തന്നെ വ്യാഴത്തിൻ്റെതായ ഒരു ആക്ടിവേഷൻ പ്രോസസ്സ് അവിടെ ആയിട്ടുണ്ട്. ഇപ്പോൾ 2-ാം തീയതിക്ക് കഴിയുന്ന സമയത്ത് നിങ്ങൾക്ക് നല്ല രീതിയിലുള്ള ഒരു മുന്നേറ്റം ഉണ്ടാവും. എന്തുകൊണ്ടെന്ന് വെച്ചാൽ വ്യാഴത്തിൻ്റെ ദൃഷ്ടി 9-ാം ഭാവമായി ഭാഗ്യാധിപതി സ്ഥാനത്തിലേക്ക് ദൃഷ്ടി പതിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ദൃഷ്ടി പതിപ്പിച്ചാൽ ഗുണമുണ്ടോ? തീർച്ചയായിട്ടും ഉണ്ട്. എങ്ങനെയെന്നാൽ വ്യാഴം പരിപൂർണമായ ബലത്തോടു കൂടിയാണ് കർക്കിടകം രാശിക്കുള്ളിലേക്ക് കടക്കുന്നത്. പൂർണ്ണമായ ബലവും അധികാരവും ഉള്ള ഒരു ഗ്രഹം ദൃഷ്ടി പതിപ്പിക്കുന്നിടത്തിനും അതേ പവർ ഉണ്ടായിരിക്കും എന്നുള്ളതാണ് സത്യം. തീർച്ചയായിട്ടും നിങ്ങൾക്ക് വരും കാലം വളരെയധികം നല്ല ഫലത്തെ പ്രദാനം ചെയ്യും. തൊഴിൽപരമായിട്ട് ഉണ്ടായിരുന്ന പ്രശ്നങ്ങൾക്ക് പരിപൂർണമായ ഒരു നീക്കുപോക്കുകൾ വരും. എന്തെന്ന് വെച്ചാൽ ഏതെങ്കിലും ഒരു ജോലിക്ക് നിങ്ങൾ ആപ്ലിക്കേഷനൊക്കെ അയച്ചിട്ടുണ്ടെങ്കിൽ അവിടെ നിന്ന് നിങ്ങൾക്ക് കോൾ വരികയോ അല്ലെങ്കിൽ അവിടെ അപ്പോയിൻമെൻറ്റിനുള്ള ഒരു ലെറ്റർ വരികയോ ഒക്കെ ചെയ്യുന്ന സാഹചര്യങ്ങൾ ഇവിടെ ഉണ്ട്. നിങ്ങൾ സ്വയം ചെയ്യുന്ന ജോലിയിലാണെങ്കിലും ശരി നല്ല രീതിയിലുള്ള ഒരു മുന്നേറ്റം നിങ്ങൾക്ക് വന്നെത്തും. അപ്ഗ്രേഡ് ചെയ്യാനുള്ള ഒരു സാധ്യതകളൊക്കെ ഇവിടെ കാണുന്നുണ്ട്. അതായത് പ്രൊമോഷനൊക്കെ കിട്ടാനുള്ള സാധ്യതകളും ഇവിടെ കാണുന്നുണ്ട്. തൊഴിൽകാരകനായ ശനിയുടേതായ ആ ഒരു മേൽ വ്യാഴത്തിൻ്റെ ദൃഷ്ടി പതിക്കുന്നത് 100% നിങ്ങൾക്ക് ഗുണം ചെയ്യും. അതായത് വ്യാഴം നല്ല ഒരു ഗ്രഹമാണ്, ശുഭഗ്രഹമാണ്. ശുഭഗ്രഹത്തിൻ്റെ ദൃഷ്ടി ശനിക്ക് മേൽ പതിയുമ്പോൾ ആ ശനിയുടേതായ താക്കം എന്തായാലും നിങ്ങൾക്ക് കുറഞ്ഞു കിട്ടും. അത് നിങ്ങൾ സ്വയം അനുഭവിച്ചറിയുന്ന ഒരു കാലഘട്ടം തന്നെയായിരിക്കും. ഇടക്കാലത്ത് വ്യാഴം വക്രത്തിലേക്കൊക്കെ പോകുന്ന സാഹചര്യം ആ ഒരു സമയത്ത് നമുക്കൊരു അല്പം ഡിലേ വരും. എന്നാലും ചിലരുടെ ജാതകത്തിൽ വ്യാഴം വക്രഗതിയിലൊക്കെ ഉള്ള ജാതകക്കാരാണെങ്കിൽ അവർക്ക് ആ സമയം ഗുണവും ആയിരിക്കും. 27 നക്ഷത്രക്കാരും വ്യാഴത്തിൻ്റെ മാറ്റം എങ്ങനെ ഉണ്ടാകുമെന്നുള്ള ചിന്തയാണ്. കാര്യം ശുഭഗ്രഹമാണ്. ശുഭഗ്രഹത്തിൻ്റെതായ മാറ്റം എല്ലാവരും വളരെയേറെ പ്രതീക്ഷയോടുകൂടി കാത്തിരിക്കുന്ന ഒരു സമയം തന്നെയാണ്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് വ്യാഴം എന്നാൽ ഉപദേശിയാണ്. അദ്ദേഹം നന്മകൾ മാത്രം ചെയ്യുന്ന ഒരു ഗ്രഹം കൂടിയാണ്. എന്നാൽ പാതകമായിരുന്നാൽ അദ്ദേഹം പാതകമായി മാറുകയും ചെയ്യും. ഇവിടെ ശുഭഗ്രഹ ദൃഷ്ടി തന്നുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇതുവരെ ഉണ്ടായിരുന്ന പ്രശ്നങ്ങൾക്ക് പരിപൂർണ വിടുതൽ. തൊഴിൽപരമായ ഇടങ്ങളിൽ എന്തായാലും നിങ്ങൾക്ക് വിടുതൽ ഉണ്ടെന്നുള്ളതാണ്. ഇതുവരെ എന്തൊക്കെ കാര്യങ്ങൾക്ക് ഇപ്പോൾ സ്വയം തൊഴിലൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന വ്യക്തികൾക്ക് ഒരു മുന്നേറ്റമൊക്കെ ഇല്ലാതിരുന്ന ഒരു കാലഘട്ടമൊക്കെ ആണെങ്കിൽ ഇനി അതിനുള്ള സാഹചര്യങ്ങൾ നിങ്ങൾക്കായിട്ട് തന്നെ ക്രിയേറ്റ് ചെയ്യപ്പെടുമെന്നുള്ള നിങ്ങൾക്ക് വേണ്ടി ക്രിയേറ്റ് ചെയ്യപ്പെടും. ഒരു ഉയർച്ചയ്ക്ക് വേണ്ടിയിട്ട് ശ്രമിക്കുന്നവർക്ക് തീർച്ചയായിട്ടും അത് നല്ലൊരു വഴി കിട്ടും. അപ്പോൾ ഇവിടെ ധനപരമായ രീതിയിലുള്ള മാറ്റങ്ങളും വന്നെത്തും. കുടുംബത്തിനുള്ളിൽ സന്തോഷങ്ങളൊക്കെ വന്നെത്തുന്ന സാഹചര്യം 100% വ്യാഴം എന്തായാലും നിങ്ങൾക്ക് തരും. തൊഴിൽ ഉണ്ടെങ്കിലേ നമുക്ക് ധനമുള്ളൂ. അപ്പോൾ അതാണ് മെയിൻ പോയിന്റ് ആയിട്ട് എടുക്കേണ്ടത്.
തൊഴിലുണ്ടെങ്കിലേ ധനമുള്ളൂ. അപ്പോൾ ഇരിക്കുന്ന തൊഴിലുകളെ നമുക്കത് മോശമാണ്, പാതകമാണ്, മേലുദ്യോഗസ്ഥർ എന്നോട് വല്ലാത്ത രീതിയിൽ കയർത്ത് സംസാരിക്കുന്നു, എനിക്കിത് പറ്റുന്നില്ല എന്ന ഒരു ചിന്ത നിങ്ങളവിടെ സ്വയം ക്രിയേറ്റ് ചെയ്ത് വെച്ചാൽ ഉള്ളത് കൂടി നഷ്ടപ്പെടുകയും ചെയ്യും. കാരണം തരാനിരിക്കുന്നതിനെ അത് തരാതെ തടുക്കുന്ന ഒരു സാഹചര്യം ഇവിടെയുണ്ട്. വ്യാഴം ഞാൻ പറഞ്ഞല്ലോ ശുഭനാണ് എങ്കിൽ തന്നെയും നമ്മൾ മനസ്സിനുള്ളിൽ ക്രിയേറ്റീവ് മോഡ് എനേബിൾ ചെയ്താൽ 100% അത് വർക്കൗട്ട് ആവില്ല. അത് നെഗറ്റീവായിട്ട് തന്നെ മാറും. ലഭിക്കുമെന്ന ചിന്തകളോടുകൂടി തന്നെ നിങ്ങൾ മുന്നിലേക്ക് പോകണം. മേലധികാരികളോ, അച്ഛനോ, അമ്മയോ, മറ്റുള്ള ആരെങ്കിലും നിങ്ങളെ ഉപദേശിക്കുകയോ എന്തെങ്കിലും ചെയ്താൽ അത് വേണമോ വേണ്ടയോ എന്നുള്ളത് രണ്ടാമത്തെ കാര്യം. അത് നല്ല രീതിയിൽ കേൾക്കാനുള്ള മനസ്സ് നിങ്ങൾ കാണിക്കണം. അതാണ് എടുത്തു പറയേണ്ട ഒരു കാര്യം എന്നിട്ടുള്ളത്. അത് കേൾക്കാനുള്ള മനസ്സ്. എനിക്കറിയാം എന്ന ഭാവം നിങ്ങൾ മാറ്റണം. അതായത് എനിക്കൊന്നും അറിയില്ല. അവരുടേതായ അഭിപ്രായങ്ങളും കൂടി കേട്ടിട്ട് അതിൽ നിന്നും ശരി ഏത് എന്ന് കണ്ടെത്തണം. ഇത് പറയാനൊക്കെ ഉള്ള കാരണം ഇതുവരെ ജീവിതത്തിൽ നിങ്ങൾക്കുണ്ടായ അനുഭവ പാഠങ്ങളാണ് പുതിയ വഴികളിലേക്കുള്ള ഒരു രീതിയെ കണ്ടെത്താൻ സഹായിക്കുന്നത്. അപ്പോൾ അങ്ങനെ വേണം ചിന്തിക്കാനായിട്ട്. പാഠങ്ങളാണ് എപ്പോഴും വിലപ്പെട്ടത്. അപ്പോൾ ഇവിടെ വ്യാഴത്തിൻ്റെ ദൃഷ്ടിയെ പരിപൂർണമായി രീതിയിൽ യൂട്ടിലൈസ് ചെയ്ത് മുന്നിലേക്ക് കൊണ്ടുവരാൻ നിങ്ങൾക്ക് കഴിയണമെന്നുള്ള ഒരു തിരിച്ചറിവ് നിങ്ങൾക്ക് നൽകുകയാണ്. അതായത് വ്യാഴം മീനം രാശിയുടെ 5ാം ഭാവമായിട്ട് കണക്കാക്കപ്പെടുന്ന സമയത്ത് ഇവിടെ പൂർവ്വ പുണ്യം എന്നാണ് പറയുന്നത്. പൂർവ്വജന്മ പുണ്യം ഉണ്ടെങ്കിൽ മാത്രമായിരിക്കും നമുക്ക് പൂർവ്വ പുണ്യത്തിൻ്റെതായ ഒരു ഫലം അനുഭവിക്കാനായിട്ട് കഴിയുക. അത് അവിടെ ഇരുന്നുകൊണ്ട് ഭാഗ്യാധിപതിയായിട്ടുള്ള സ്ഥാനത്തേക്കാണ് നോട്ടമിടുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ലാഭസ്ഥാനമെന്നും കൂടി കണക്കാക്കാം. ഇതുവരെ വിദേശ രാജ്യങ്ങൾ UK, കാനഡ അങ്ങനെ മറ്റേതെങ്കിലും രാജ്യങ്ങളാവട്ടെ, അവിടെയൊക്കെ തൊഴിൽ കിട്ടാതെ അലഞ്ഞവർക്ക് അല്ലെങ്കിൽ ഒരു സ്റ്റേബിൾ ആയിട്ടുള്ള പൊസിഷൻ കിട്ടാതെ അലഞ്ഞവർക്ക് 100% ഈ വർഷം 2026 ജൂൺ മുതൽക്ക് തന്നെ 2027 ജൂൺ വരെ വളരെയധികം നല്ല ഫലങ്ങൾ ഉണ്ടാവും. ഇതിൽ ഒരു 90 ഡേയ്സ് ബ്രേക്ക് ആവും, 90 ഡേയ്സ് ഓപ്പൺ ആവും. അതാണ് എടുക്കേണ്ടത്. അപ്പോൾ നല്ല കാലം വരുന്ന സമയത്ത് നമ്മൾ നമ്മുടേതായ സാഹചര്യങ്ങൾക്ക് അനുസൃതമായിട്ട് സമ്പത്തുകളെ സൂക്ഷിച്ചു വയ്ക്കാനും നമുക്ക് കിട്ടുന്ന നല്ല ബന്ധങ്ങളെ ശരിയായ രീതിയിൽ സൂക്ഷിക്കാനും പഠിക്കണം. വാശി, വൈരാഗ്യം, ഞാനെന്ന ഭാവം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പരിപൂർണമായിട്ടും ഒഴിവാക്കണം. ആദ്യമായിട്ട് പറയേണ്ട ഒരു കാര്യം, നിങ്ങൾ ഇനിമേൽ ആരെയും ഉപദേശിച്ച് നന്നാക്കാനൊന്നും പോകണ്ട. കാരണം നിങ്ങൾ ഉപദേശിച്ച് നന്നാക്കാനായിട്ട് പോകുമ്പോഴാണ് നിങ്ങൾക്ക് പ്രശ്നമുണ്ടാകുന്നത്. പറയുന്നത് നല്ല കാര്യങ്ങളായിരിക്കും മറ്റുള്ളവർക്ക് വേണ്ടി. ഇത് കുടുംബത്തിൽ ഭാര്യ ഭർത്താവാണെങ്കിലും ശരി, പരസ്പരം പറയുന്നത് നല്ല കാര്യങ്ങളായിരിക്കും. പക്ഷേ തിരിച്ചു കിട്ടുന്നത് മുഴുവൻ നമുക്ക് ഓപ്പോസിറ്റ് ഡയറക്ഷനിലുള്ള ചില കാര്യങ്ങളായിരിക്കും കിട്ടുക. അതുകൊണ്ട് സുഹൃത്തുക്കളെ ആണെങ്കിലും ശരി, ബന്ധുക്കളെ ആണെങ്കിലും ശരി, കുടുംബത്തിലുള്ള ആരെങ്കിലും ആണെങ്കിലും ശരി, ഉപദേശിച്ച് നന്നാക്കാനൊന്നും പോകണ്ട. നിങ്ങൾ ഉപദേശിക്കുന്നതുകൊണ്ട് അവർ നന്നാകാനും പോകുന്നില്ല. ഇവിടെ നിങ്ങൾ തന്നെയാണ് നന്നായി ജീവിച്ച് വരാനായിട്ട് പരിശ്രമിക്കേണ്ടത്. സ്വന്തം അതായത് മാർഗ്ഗമല്ല ലക്ഷ്യമാണ് പ്രധാനമെന്ന് പണ്ടേ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. അപ്പോൾ അത് ആക്ടിവേറ്റ് ആക്കി കൊണ്ടുവരാനായിട്ട് ശ്രമിക്കണം. കാലചക്ര രാശിയുടെ 12ാമത്തെ രാശിയായ എന്തും ഏതും മറയ്ക്കപ്പെടുന്ന രാശിയാണ്. അതുപോലെ തന്നെ ധാരാളം പണം വരും. പക്ഷേ പണം വല്ല വഴിക്കും പോകുന്ന ഒരു രാശിയാണ്. അതുകൊണ്ട് ജാഗ്രതാപൂർവം ജീവിക്കാൻ പഠിക്കുക. ഇപ്പോൾ ഉത്രട്ടാതി, രേവതി എന്നീ നക്ഷത്രക്കാരുടേതായ ഒരു കാര്യത്തെ എടുത്താൽ തന്നെയും ഇപ്പോൾ വിദേശ രാജ്യത്തൊക്കെയുള്ള കുട്ടികൾ പലരുമായിട്ട് അടുത്ത് ഇടപഴകിയൊക്കെ നല്ല രീതിക്ക് പോകുന്ന സാഹചര്യങ്ങളുണ്ടാകും. മറ്റാരെങ്കിലും കുടുംബത്തിലേക്ക് വിളിച്ച് പറഞ്ഞിട്ട് അത് അവർ തമ്മിൽ ഇങ്ങനെയാണ്, അങ്ങനെയാണെന്നൊക്കെ പറഞ്ഞ് കുടുംബത്തിനുള്ളിൽ നിന്നും തർക്കങ്ങളും വഴക്കുകളും വന്നെത്തുന്ന സാഹചര്യങ്ങൾ ധാരാളമുണ്ട്. യഥാർത്ഥത്തിൽ അങ്ങനെ ഒരു കാര്യം ഉണ്ടായിട്ടില്ല. സുഹൃത്ത് ബന്ധം മാത്രമായിരിക്കും. പക്ഷേ പ്രശ്നങ്ങൾ അവിടെ ക്രിയേറ്റ് ചെയ്യപ്പെടുന്നു. അതുകൊണ്ട് തന്നെ മാതാപിതാക്കളുമായി പിണങ്ങിയിരിക്കേണ്ട സാഹചര്യങ്ങളൊക്കെ ഇവിടെ വന്നിട്ടുണ്ടാകും. അതുകൊണ്ട് തന്നെ ഇനി ആരോട് ഇടപഴകണം, ആരോട് ഇടപഴകണ്ട എന്ന ഒരു ചിന്തയൊക്കെ നിങ്ങൾക്ക് സ്വയം വരണമെന്ന് ഞാനിവിടെ പറയുന്നുണ്ട്. ഇനിയാണ് നിങ്ങളുടേതായ ലൈഫിനെ സ്വയം ക്രിയേറ്റ് ചെയ്ത് ചിട്ടപ്പെടുത്തി മുന്നിലേക്ക് കൊണ്ടുപോകാൻ കഴിയുന്നത്. അതായത് ഉപദേശങ്ങളൊക്കെ കേട്ടുകൊള്ളൂ. അതിൽ പ്രാപ്തമായത് സ്വീകരിക്കുക, അല്ലാത്ത തള്ളിക്കളയുക. ആരെയും ഉപദേശിച്ച് നന്നാക്കാനായിട്ട് പോയിട്ട് വീണ്ടും പ്രശ്നത്തിലേക്ക് ചെന്ന് ചാടരുത്. നിങ്ങൾ തന്നെയാണ് നിങ്ങളുടെ പ്രശ്നങ്ങൾക്കും നന്മയ്ക്കും കാരണമാകുന്നത് എന്നുള്ളത് മനസ്സിലാക്കുക. അതായത് ഈ സമയത്ത് ഈ പറയുന്ന ജൂൺ മാസം മുതൽ അടുത്ത ജൂൺ മാസം വരെ ആരോട് എന്തെങ്കിലും ഒരു പ്രശ്നത്തിന് പോവുകയോ ആരുടെയെങ്കിലും പ്രശ്നത്തിൽ ഇടപെടുകയോ ചെയ്താൽ അത് ഈ വർഷം കൊണ്ട് തീരുന്നതല്ല. കാലാന്തരത്തിനും അത് തുടർന്നുകൊണ്ടിരിക്കും. വേട്ടയാടപ്പെടും നിങ്ങൾ. ശാരീരികമായി ഉണ്ടായിരുന്ന പ്രശ്നങ്ങൾക്കെല്ലാം പരിപൂർണമായ ഒരു വിടുതൽ ഈ ഒരു കാലഘട്ടത്തിൽ എന്തായാലും ഉണ്ടാവും. വ്യാഴത്തിൻ്റെ ദൃഷ്ടി ശുഭദൃഷ്ടി ആയതുകൊണ്ട് തന്നെ അത്തരം പ്രശ്നങ്ങൾക്കുള്ള
പരിഹാരങ്ങളൊക്കെ നിങ്ങൾ തേടുകയും അത് ശരിയായ രീതിയിൽ നിങ്ങൾക്ക് പ്രയോജനകരമായി മാറുന്ന കാലഘട്ടം തന്നെ. ഇതിൽ പ്രായവ്യത്യാസങ്ങളൊന്നുമില്ല. ഒരു പരിധിവരെ നിങ്ങൾക്ക് രോഗാവസ്ഥകളിൽ നിന്നുമൊക്കെ മോചനം ഉണ്ട്. മാനസികമായ സംഘർഷങ്ങളിൽ നിന്നും മോചനം 100% ഉണ്ട്. അവരവരുടേതായ സ്വന്തം ജാതകത്തിലൂടെ നിങ്ങളുടേതായ ഒരു ക്യാരക്ടർ എന്താണെന്ന് നിങ്ങൾ തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാ വഴികളും ഈസിയായിട്ട് തുറന്ന് മുന്നിലേക്ക് പോകാനായിട്ട് കഴിയും. ജാതകത്തിൽ എഴുതി വെച്ചിട്ടുണ്ട് 12 രാശിക്കുള്ളിലിരിക്കുന്ന 9 ഗ്രഹങ്ങളും എഴുതി വെച്ചിട്ടുണ്ട് ഒരു ക്യാരക്ടറൈസേഷൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട്. അത് തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വിജയം എപ്പോഴും ഈസിയായിട്ട് കൊണ്ടുപോകാനായിട്ട് കഴിയും. ഇപ്പോൾ ഏതൊരു ഗ്രഹം ഏതൊരു ഭാവത്തിൽ നിന്നാലും ശരി, നമുക്ക് നമ്മളെ തന്നെ ക്രിയേറ്റ് ചെയ്ത് മുന്നിലേക്ക് കൊണ്ടുപോയി വലിയ വിജയത്തെ പ്രാപ്തമാക്കി എടുക്കാനായിട്ട് കഴിയുമെന്നുള്ള ഒരു കാര്യം മനസ്സിലാക്കണം. ഞാനിവിടെ റീഡ് ചെയ്യുമ്പോൾ ക്യാരക്ടർ റീഡിങ് ചെയ്ത് കൊടുക്കാറുണ്ട്. അപ്പോൾ അവരുടേതായ ഒരു ക്യാരക്ടർ എങ്ങനെയാണ്, അത് കറക്റ്റായിട്ട് ഏതാണ്ട് 100% എന്നല്ല, ഒരു 90% കൃത്യമായിട്ടും അത് തന്നെയായിരിക്കും. കാരണം അതുവരെ പറയുന്ന കാര്യങ്ങൾ നടന്നിട്ടുണ്ടെങ്കിൽ പിന്നീടത് നടക്കില്ല. നടന്നില്ല എങ്കിൽ വീണ്ടും ആ ഒരു പറയുന്ന കാര്യങ്ങൾ അതവിടെ സാധ്യമായി നടക്കുമെന്നുള്ളതാണ് എൻ്റേതായ ഒരു റീഡിംഗ് എന്ന് പറയുന്നത്. അത് വ്യക്തമായിട്ട് എല്ലാവർക്കും തന്നെ ബോധ്യപ്പെട്ടിട്ടും ഉള്ള കാര്യമാണ്. ഇവിടെ ഇങ്ങനെയൊക്കെ ആണെങ്കിൽ തന്നെയും നമ്മുടേതായ രീതിക്ക് നിങ്ങൾ ഒരുപാട് അധ്വാനിക്കേണ്ട കാര്യങ്ങളൊന്നുമല്ല. ഒരുപാട് സ്മാർട്ടായ, അതായത് ഒരുപാട് സമയം അധ്വാനിച്ച് കാശുണ്ടാക്കാനായിട്ട് ശ്രമിക്കുന്നത് അത് വെറും പാഴ് ചിന്തയാണ്. സ്മാർട്ടായിട്ട് ചിന്തിക്കാനായിട്ട് ശ്രമിക്കുക. ഒരു അല്പസമയം ഉപയോഗിച്ചാൽ ഞങ്ങൾക്കെങ്ങനെ ആ കാശുണ്ടാക്കാം? അധ്വാനം കൂടുതൽ കൊടുത്തുണ്ടാക്കുന്നതിനേക്കാളും വരുമാനം ഒരല്പസമയം പ്രയത്നിച്ചാൽ കിട്ടുന്ന രീതി നിങ്ങൾക്ക് തന്നെ അറിയാം. അതായത് ഉത്രട്ടാതി, രേവതി നക്ഷത്രക്കാർക്ക് നല്ലതുപോലെ അറിയാം ഏത് രീതിയിൽ വർക്ക് ചെയ്താൽ കിട്ടുമെന്നൊക്കെ ഉള്ളത്. ആ ഒരു പ്രോസസ്സ് ഇവിടെ ബുധനൊക്കെ മൗഢ്യമായി നിൽക്കുന്ന ജാതകക്കാരൊക്കെ ആണെങ്കിൽ ഉള്ള ഒരു അപ്പോൾ അതായത് മീനൻ രാശിക്കുള്ളിലൊക്കെ ബുധൻ നിൽക്കുന്ന ജാതകക്കാരൊക്കെ ആണെങ്കിൽ ബുധൻ അവിടെ പാതകം തന്നെയാണ്. അപ്പോൾ അവിടെ മൗഢ്യമാവുന്നു. അപ്പോൾ ഔട്ടർ റേഞ്ചിലേക്ക് ഇറങ്ങി നിങ്ങൾ എന്തെങ്കിലും ഒരു ഗെയിം പ്ലാൻ ചെയ്ത് അല്ലെങ്കിൽ ഒരു വർക്ക് പ്ലാൻ ചെയ്ത് പോയാൽ അതവിടെ സ്റ്റോപ്പാവും. നിങ്ങൾക്ക് വിരുദ്ധമായ കാര്യങ്ങളായിരിക്കും സഞ്ചരിക്കുക. ഇവിടെ നിങ്ങളുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ഉള്ള കഴിവുകളെ പ്രോസസ്സ് ചെയ്താൽ 100% അത് വർക്കൗട്ട് ആവുകയും ചെയ്യും. അങ്ങനെ ഒത്തിരി പേർക്ക് നല്ല രീതിയിലുള്ള മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. അത് നമ്മുടെ ഉള്ളിൽ നമ്മൾ പഠിച്ച രീതി വച്ചിട്ട് പല തൊഴിലുകളും കർമ്മങ്ങളും നമുക്ക് അറിയാമെന്നിരിക്കും. പക്ഷേ നമ്മൾ എന്ത് ചെയ്യും? പുറമേ തേടിക്കൊണ്ടേയിരിക്കും. മറ്റിടങ്ങളിൽ നിന്ന് കാശ് ഉണ്ടാക്കാനായിട്ടുള്ള വരുമാനത്തിനായി തേടിക്കൊണ്ടിരിക്കും. പക്ഷേ നമ്മുടെ ഉള്ളിലെ കഴിവുകളെ എനേബിൾ ചെയ്താൽ 100% അവിടെ വർക്കൗട്ട് ആവുകയും അത് പ്രോസസ്സ് ചെയ്ത് മുന്നിലേക്ക് കൊണ്ടുവരാനും കഴിയും. ചിലർക്ക് തന്നെ ഡ്രൈവിംഗ് ഒക്കെ അറിയുന്ന വ്യക്തികളായിരിക്കും. പലയിടങ്ങളിലും പോയി ജോലി അന്വേഷിച്ചുകൊണ്ടൊക്കെ നടക്കുന്ന ഒരു സാഹചര്യം. അത് അവർക്ക് തന്നെ അറിയാം. അതായത് മറ്റ് നല്ല രീതിക്കുള്ള ജോലി, വൈറ്റ് കോളർ ജോബൊക്കെ അന്വേഷിച്ച് നടക്കും. പക്ഷേ ഡ്രൈവിംഗ് അറിയാവുന്ന വ്യക്തിക്ക് ടാക്സി പോലെയോ യൂബർ പോലുള്ള എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളിലേക്ക് കടക്കുകയും അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ സഞ്ചരിച്ച് പോയാൽ അവർക്ക് സ്വയം ഒരു വരുമാനം വന്നു ചേരുമെന്നാണ്. അതുപോലെ ഏതൊരു വിഭാഗത്തിലും എഞ്ചിനീയറിംഗ് വിഭാഗത്തിലാണെങ്കിലും ശരി, നമുക്ക് നമ്മളെ തന്നെ വിറ്റ് കാശുണ്ടാക്കാമെന്നുള്ള പ്രോസസ്സാണ് അവിടെ തന്നെ. അപ്പം പാതകമായി നിൽക്കുന്ന ബുധനാണെങ്കിലും ഉള്ളിലെ കഴിവുകളെ പ്രോസസ്സ് ചെയ്താൽ 100% അത് വിജയത്തിലേക്ക് കൊണ്ടുവരികയും ചെയ്യും. ഇവിടെ മറ്റൊരു കാര്യമാണ് ശനി. ഇപ്പം ജന്മശനിയായിട്ട് നിൽക്കുന്ന ഒരു സമയമാണ്. പക്ഷേ എന്നിരുന്നാലും ശനിക്ക് ചെയ്യേണ്ടത് ചെയ്തേ മതിയാകൂ എന്നുള്ള കാര്യം മനസ്സിലാക്കണം. അപ്പോൾ കുടുംബത്തിനുള്ളിൽ എന്തായാലും പ്രശ്നങ്ങളുണ്ടാവും. ഈ പ്രേമബന്ധങ്ങളിലൊക്കെ ഉള്ള വ്യക്തികളൊക്കെ ഉണ്ടെങ്കിൽ മാതാപിതാക്കളുമായിട്ടൊക്കെ സംസാരിച്ച് അതിനെ വിവാഹത്തിലേക്ക് എത്തിക്കാനായിട്ടുള്ള ഒരു പരിശ്രമം നടത്തി കൊണ്ടുവന്നാൽ അതൊക്കെ വിജയകരമായ രീതിയിലേക്ക് കൊണ്ടുവരാനായിട്ട് കഴിയും. നല്ല രീതിയിലുള്ള കുടുംബജീവിതവും മുന്നിലേക്ക് കൊണ്ടുവരാനായിട്ട് കഴിയും. അതുപോലെ നമ്മളിപ്പോൾ വാശി വൈരാഗ്യം കാണിച്ച് ഒരു വിവാഹ ബന്ധത്തിലേക്ക് ഏർപ്പെടുകയാണെങ്കിൽ 100% അടുത്ത 2 വർഷത്തിനുള്ളിൽ അത് തല്ലിപ്പിരിയുകയും ചെയ്യും. വേണമെങ്കിൽ നിങ്ങളത് പരീക്ഷിച്ച് നോക്കുക. 100% അത് നടന്നിരിക്കും. തല്ലിപ്പിരിയുക തന്നെ ചെയ്യും. അതാണ് ചിന്തിക്കേണ്ടത്. അപ്പോൾ മാതാപിതാക്കളുമായിട്ട് ചിന്തിച്ച് അതിൻ്റേതായ രീതിക്ക് ആലോചിച്ച് കർമ്മങ്ങൾ കാര്യങ്ങളിലൊക്കെ ഇടപെട്ട് കഴിഞ്ഞാൽ പ്രശ്നങ്ങളുണ്ടായാലും നമുക്ക് അവർ സപ്പോർട്ടീവായിട്ട് വന്ന് സംസാരിച്ച് അതിന് സൊല്യൂഷൻ കണ്ടെത്താനുള്ള സാഹചര്യങ്ങളെ ക്രിയേറ്റ് ചെയ്യും. പ്രശ്നങ്ങൾ എന്തായാലും ഉണ്ടാവും. പക്ഷേ സൊല്യൂഷൻ ഇവിടെ കണ്ടെത്താനും കഴിയുമെന്നുള്ളതാണ്. രേവതി നക്ഷത്രക്കാരൊക്കെ തന്നെ വളരെയധികം അഗ്രസീവായിട്ട് മുന്നിലേക്ക് ചിന്തിക്കണം. നിങ്ങളുടെ ഉള്ളിലെ കഴിവുകളെ പ്രോസസ്സ് ചെയ്ത് മുന്നിലേക്ക് കൊണ്ടുവരാൻ കഴിയണം. ശനി ഞാൻ പറഞ്ഞല്ലോ ജന്മത്തിൽ നിൽക്കുന്നതുകൊണ്ട് തന്നെ വ്യാഴത്തിൻ്റെ ദൃഷ്ടി ഉണ്ടെങ്കിലും ശരി, അവർക്ക് ചെയ്യേണ്ട കർമ്മം അവർക്ക് ചെയ്തേ മതിയാവും. പക്ഷേ 90% ചെയ്യുന്നതിന് പകരം 10% തരും. ആ 10% നമുക്ക് വളരെയധികം പ്രയാസകരമായ രീതിയിലേക്ക് പോവുകയും ചെയ്യുമെന്നുള്ള കാര്യം മനസ്സിലാക്കണം. വ്യാഴത്തിൻ്റെ ദൃഷ്ടി എന്ന് പറയുമ്പോൾ 5-ാം ഭാവത്തിലേക്കാണ് വ്യാഴത്തിൻ്റെ ദൃഷ്ടി വരുന്നത്. അതുപോലെ തന്നെ 10-ാം ഭാവമായ തൊഴിൽ ഭാവത്തിലേക്കും വ്യാഴത്തിൻ്റെ ദൃഷ്ടി അവിടെ വൃശ്ചികം രാശിയിലേക്കും വരുന്നുണ്ട്. അപ്പോൾ അതൊക്കെ നമുക്ക് വളരെയധികം ഗുണം ചെയ്യും. 12-ാം ഭാവമായ വിരയസ്ഥാനം, അതായത് ഇവിടെ 11-ാം ഭാവമായ ലാഭസ്ഥാനത്തേക്കും വ്യാഴത്തിൻ്റെ ദൃഷ്ടി ഇവിടെ വരുന്നുണ്ട്. അപ്പോൾ 100% നിങ്ങൾക്ക് വളരെയധികം നല്ല ഫലങ്ങളായിരിക്കും ഇവിടെ പ്രദാനം ചെയ്യുക.
അതായത് ഒരു തിരുത്തുണ്ട്. അതായത് ഞാൻ നേരത്തെ പറഞ്ഞു വൃശ്ചികം രാശി 10ാം ഭാവമാണ്. 10ാം ഭാവമല്ല 9ാം ഭാവമായ ഭാഗ്യസ്ഥാനം. അപ്പോൾ അവിടേക്ക് വ്യാഴത്തിന്റെ ദൃഷ്ടി വരുന്നുണ്ട്. 11ാം ഭാവമായ മകരം രാശി ലാഭസ്ഥാനമായിട്ടാണ് വരുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള പ്രഭാവം മകരം രാശിയുടെ അധിപനാണ് ഇവിടെ നിങ്ങളുടെ രാശിക്കുള്ളിൽ സ്ഥിതി ചെയ്യുന്നത്. അതായത് ജന്മശനിയായിട്ട് സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ വ്യാഴത്തിന്റെ ദൃഷ്ടി ഗുണകരമായ ശനിയുടെ വീട്ടിൽ പതിയുന്നത് കൊണ്ട് തന്നെ വീട്ടിലേക്ക് ദൃഷ്ടി പതിഞ്ഞാലും ശനിയുടേതായ താക്കം ധാരാളം കുറയും. പോരാത്തതിന് ആ വീട്ടിലും ദൃഷ്ടി കൊടുക്കുന്നുണ്ട്. അതുപോലെ അദ്ദേഹം ഇരിക്കുന്ന ഇടത്തും ദൃഷ്ടി കൊടുക്കുന്നുണ്ട് എന്നുള്ളതാണ് വാസ്തവം. അത് 100% നിങ്ങൾക്ക് ഗുണകരമായ മാറ്റങ്ങൾ ജീവിതത്തിലേക്ക് ഉണ്ടാക്കും.